നമ്മുടെ ചുറ്റുപാടുമുള്ള ജീവനുള്ളതും ജീവനില്ലാത്തതുമായ വസ്തുക്കളെയും അവസ്ഥകളെയും ഒക്കെ കുറിച്ച് അതിസൂക്ഷ്മമായ പഠനം നടത്തുന്ന ധാരാളം ശാസ്ത്രശാഖകളുണ്ട്. 100 ശാസ്ത്രശാഖകൾ പരിചയപ്പെടാം. ജീവനുള്ളവയെക്കുറിച്ചുള്ള പഠനം ബയോളജി, ദ സ്റ്റഡി ഓഫ് ലിവിങ് തിങ്സ് ബയോളജി. ഫംഗസുകളെക്കുറിച്ചുള്ള പഠനം മൈക്കോളജി, ദ സ്റ്റഡി ഓഫ് ഫംഗസ് മൈക്കോളജി. വൈറസുകളെക്കുറിച്ചുള്ള പഠനം വൈറോളജി, ദ സ്റ്റഡി ഓഫ് വൈറസ് വൈറോളജി. ബാക്ടീരിയകളെക്കുറിച്ചുള്ള പഠനം ബാക്ടീരിയോളജി, ദ സ്റ്റഡി ഓഫ് ബാക്ടീരിയ ബാക്ടീരിയോളജി. ഉറുമ്പുകളെക്കുറിച്ചുള്ള പഠനം മേമിക്കോളജി, ദ സ്റ്റഡി ഓഫ് ആൻസ് മേമക്കോളജി. ചിലന്തികളെക്കുറിച്ചുള്ള പഠനം അരക്നോളജി, ദ സ്റ്റഡി ഓഫ് സ്പൈഡർ അരക്നോളജി. പാമ്പുകളെക്കുറിച്ചുള്ള പഠനം ഓഫിയോളജി, ദ സ്റ്റഡി ഓഫ് സ്നേക്സ് ഓഫിയോളജി. ഉരഗങ്ങളെക്കുറിച്ചുള്ള പഠനം ഹെർപ്പറ്റോളജി, ദ സ്റ്റഡി ഓഫ് റെപ്റ്റൈൽസ് ഹെർപ്പറ്റോളജി. സസ്തനികളെക്കുറിച്ചുള്ള പഠനം മമാലജി, സ്റ്റഡി ഓഫ് മാമൽസ് മമാലജി. പക്ഷികളെക്കുറിച്ചുള്ള പഠനം ഓർണിത്തോളജി, ദ സ്റ്റഡി ഓഫ് ബേർഡ്സ് ഓർണിത്തോളജി. മത്സ്യങ്ങളെക്കുറിച്ചുള്ള പഠനം ഇക്തിയോളജി, ദ സ്റ്റഡി ഓഫ് ഫിഷ് ഇക്തിയോളജി. പ്രാണികൾ അഥവാ ഷഡ്പദങ്ങളെക്കുറിച്ചുള്ള പഠനം എൻറ്റോമോളജി, ദ സ്റ്റഡി ഓഫ് ഇൻസെക്ട്സ് എൻറ്റോമോളജി. തിമിംഗലങ്ങളെക്കുറിച്ചും ഡോൾഫിനുകളെക്കുറിച്ചുമുള്ള പഠനം സീറ്റോളജി, ദ സ്റ്റഡി ഓഫ് വെയിൽസ് ആൻഡ് ഡോൾഫിൻ സീറ്റോളജി ഓർ വെയിലോളജി. പക്ഷിമുട്ടകളെക്കുറിച്ചുള്ള പഠനം ഊവോളജി, ദ സ്റ്റഡി ഓഫ് ബേർഡ്സ് എഗ്സ് ഊവോളജി. സസ്യങ്ങളുടെ ഉൽപ്പത്തിയെക്കുറിച്ചുള്ള പഠനം ഫിറ്റോളജി, ദ സ്റ്റഡി ഓഫ് പ്ലാന്റ്സ് ഫിറ്റോളജി. വൃക്ഷങ്ങളെക്കുറിച്ചുള്ള പഠനം ഡെൻട്രോളജി, ദ സ്റ്റഡി ഓഫ് ട്രീസ് ഡെൻട്രോളജി. ജന്തുക്കളുടെ പെരുമാറ്റത്തെക്കുറിച്ചുള്ള പഠനം ഇത്തോളജി, ദ സ്റ്റഡി ഓഫ് ആനിമൽ ബിഹേവിയർ ഇത്തോളജി. ജന്തുക്കളുടെ പുറന്തോടിനെക്കുറിച്ചുള്ള പഠനം കോങ്കോളജി, ദ സ്റ്റഡി ഓഫ് മൊലക്സ് ഷെൽസ് കോങ്കോളജി. പല്ലികളെക്കുറിച്ചുള്ള പഠനം സോറോളജി, ദ സ്റ്റഡി ഓഫ് ലിസാർഡ് സോറോളജി. സൂക്ഷ്മജീവികളെക്കുറിച്ചുള്ള പഠനം മൈക്രോബയോളജി, ദ സ്റ്റഡി ഓഫ് മൈക്രോ ഓർഗാനിസംസ് മൈക്രോബയോളജി. വിത്തുകളെക്കുറിച്ചുള്ള പഠനം സ്പെർമോളജി, സ്റ്റഡി ഓഫ് സീഡ്സ് സ്പെർമോളജി. സമുദ്രജീവികളെക്കുറിച്ചുള്ള പഠനം മറൈൻ ബയോളജി, ദ സ്റ്റഡി ഓഫ് മറൈൻ ലൈഫ് ഓർഗാനിസംസ് ഇൻ ദ സീ മറൈൻ ബയോളജി. തേനീച്ചകളെക്കുറിച്ചുള്ള പഠനം മെലിറ്റോളജി, ദ സ്റ്റഡി ഓഫ് ബീസ് മെലിറ്റോളജി. കുതിരകളെക്കുറിച്ചുള്ള പഠനം ഹിപ്പോളജി, ദ സ്റ്റഡി ഓഫ് ഹോഴ്സ് ഹിപ്പോളജി. മനുഷ്യവർഗത്തെക്കുറിച്ചുള്ള പഠനം ആന്ത്രോപോളജി, ദ സ്റ്റഡി ഓഫ് ഹ്യൂമാനിറ്റി ആന്ത്രോപോളജി. കണ്ണുകളെക്കുറിച്ചുള്ള പഠനം ഒഫ്താൽമോളജി, ദ സ്റ്റഡി ഓഫ് മെഡിക്കൽ കണ്ടീഷൻസ് റിലേറ്റിംഗ് ടു ഐ ഒഫ്താൽമോളജി. ത്വക്കിനെക്കുറിച്ചുള്ള പഠനം ഡെർമറ്റോളജി, ദ സ്റ്റഡി ഓഫ് സ്കിൻ ഹെയർ ആൻഡ് നെയിൽസ് ഡെർമറ്റോളജി. കോശത്തെക്കുറിച്ചുള്ള പഠനം സൈറ്റോളജി, സ്റ്റഡി ഓഫ് സെൽ സൈറ്റോളജി. രോഗത്തെക്കുറിച്ചുള്ള പഠനം പാത്തോളജി, ദ സ്റ്റഡി ഓഫ് ഡിസീസ് പാത്തോളജി. ഹൃദയത്തെക്കുറിച്ചുള്ള പഠനം കാർഡിയോളജി, ദ സ്റ്റഡി ഓഫ് ഹാർട്ട് കാർഡിയോളജി. അർബുദത്തെക്കുറിച്ചുള്ള പഠനം ഓങ്കോളജി, ദ സ്റ്റഡി ഓഫ് ക്യാൻസർ ഓങ്കോളജി. മരുന്നുകളെക്കുറിച്ചുള്ള പഠനം ഫാർമക്കോളജി, ദ സ്റ്റഡി ഓഫ് ഡ്രഗ്സ് ആൻഡ് ദർ ആക്ഷൻസ്. പല്ലുകളെക്കുറിച്ചുള്ള പഠനം ഓഡെൻറ്റോളജി, ദ സ്റ്റഡി ഓഫ് ടീത്ത് ഓഡെൻറ്റോളജി. ഭ്രൂണത്തെക്കുറിച്ചുള്ള പഠനം എംബ്രയോളജി, ദ സ്റ്റഡി ഓഫ് ഫോർമേഷൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് എംബ്രയോളജി. നാഡികളെക്കുറിച്ചുള്ള പഠനം ന്യൂറോളജി, ദ സ്റ്റഡി ഓഫ് ഡിസോർഡേഴ്സ് ഓഫ് നെർവസ് സിസ്റ്റം ന്യൂറോളജി. കേൾവിയെക്കുറിച്ചുള്ള പഠനം ഓഡിയോളജി, ദ സ്റ്റഡി ഓഫ് ഹിയറിംഗ് ബാലൻസ് ആൻഡ് റിലേറ്റഡ് ഡിസോർഡേഴ്സ് ഓഡിയോളജി. പേശികളെക്കുറിച്ചുള്ള പഠനം മയോളജി, ദ സ്റ്റഡി ഓഫ് മസിൽസ് മയോളജി. വൃക്കകളെക്കുറിച്ചുള്ള പഠനം നെഫ്രോളജി, ദ സ്റ്റഡി ഓഫ് കിഡ്നി നെഫ്രോളജി. ശരീരഘടനയെക്കുറിച്ചുള്ള പഠനം അനാട്ടമി, ദ സ്റ്റഡി ഓഫ് ബോഡി സ്ട്രക്ചർ ഓഫ് ലിവിങ് തിങ്സ് അനാട്ടമി. കരളിനെക്കുറിച്ചുള്ള പഠനം ഹെപ്പറ്റോളജി, സ്റ്റഡി ഓഫ് ലിവർ ഫങ്ഷൻസ് ഹെപ്പറ്റോളജി. ചെവിയെക്കുറിച്ചുള്ള പഠനം ഐറ്റോളജി, ദ സ്റ്റഡി ഓഫ് ദ അനാട്ടമി ആൻഡ് ഡിസീസസ് ഓഫ് ദ ഇയർ. ശാരീരിക പ്രവർത്തനത്തെക്കുറിച്ചുള്ള പഠനം ഫിസിയോളജി, ദ സ്റ്റഡി ഓഫ് മെക്കാനിസം ഓഫ് ലിവിങ് തിങ്സ് ഫിസിയോളജി. അസ്ഥികളെക്കുറിച്ചുള്ള പഠനം ഓസ്റ്റിയോളജി, ദ സ്റ്റഡി ഓഫ് ദ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ ഓഫ് ദ സ്കെൽട്ടൺ ആൻഡ് ബോണി സ്ട്രക്ചേഴ്സ്. പാദങ്ങളെക്കുറിച്ചുള്ള പഠനം പോഡോളജി, ദ സ്റ്റഡി ഓഫ് മോർഫോളജി ആൻഡ് ഫിസിയോളജി ഓഫ് ഫീറ്റ് പോഡോളജി.
ഗന്ധത്തെക്കുറിച്ചുള്ള പഠനം ഓസ്മോളജി, ദ സ്റ്റഡി ഓഫ് സ്മെൽ, ഓസ്മോളജി. വാർദ്ധക്യത്തെക്കുറിച്ചുള്ള പഠനം ജെറന്റോളജി, ദ സ്റ്റഡി ഓഫ് സോഷ്യൽ, കൾച്ചറൽ, സൈക്കോളജിക്കൽ, കോഗ്നിറ്റീവ് ആൻഡ് ബയോളജിക്കൽ ആസ്പെക്ട് ഓഫ് ഏജിംഗ്, ജെറന്റോളജി. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം എക്യുസ്റ്റിക്സ്, സ്റ്റഡി ഓഫ് സൗണ്ട്, എക്യുസ്റ്റിക്സ്. കലകളെക്കുറിച്ചുള്ള പഠനം ഹിസ്റ്റോളജി, ദ സ്റ്റഡി ഓഫ് ടിഷ്യൂസ്, ഹിസ്റ്റോളജി. മുടിയെക്കുറിച്ചുള്ള പഠനം ട്രിക്കോളജി, ദ സ്റ്റഡി ഓഫ് ഹ്യൂമൻ ഹെയർ, ട്രിക്കോളജി. തലയോട്ടിയെക്കുറിച്ചുള്ള പഠനം ഫ്രെനോളജി, ദ സ്റ്റഡി ഓഫ് സ്കൾ, ഫ്രെനോളജി. ഫോസിലുകളെക്കുറിച്ചുള്ള പഠനം പാലിയന്റോളജി, ദ സ്റ്റഡി ഓഫ് ഫോസിൽ, പാലിയന്റോളജി. പർവ്വതങ്ങളെക്കുറിച്ചുള്ള പഠനം ഒറോളജി, ദ സ്റ്റഡി ഓഫ് മൗണ്ടൻ, ഒറോളജി. തടാകത്തെക്കുറിച്ചുള്ള പഠനം ലിംനോളജി, ദ സ്റ്റഡി ഓഫ് ഇൻലാൻഡ് വാട്ടർ, ലിംനോളജി. ആഴ്ന്ന ഊഷ്മാവിനെക്കുറിച്ചുള്ള പഠനം ക്രയോജനിക്സ്, ദ സ്റ്റഡി ഓഫ് വെരി ലോ ടെമ്പറേച്ചർ, ക്രയോജനിക്സ്. ഉറക്കത്തെക്കുറിച്ചുള്ള പഠനം ഹിപ്നോളജി, ദ സ്റ്റഡി ഓഫ് സ്ലീപ്പ് ആൻഡ് ഹിപ്നോട്ടിക് ഫിനോമിന, ഹിപ്നോളജി. സ്വപ്നത്തെക്കുറിച്ചുള്ള പഠനം അനിറോളജി, ദ സ്റ്റഡി ഓഫ് ഡ്രീംസ്, അനിറോളജി. ഹിമാനികളെക്കുറിച്ചുള്ള പഠനം ഗ്ലേസിയോളജി, ദ സ്റ്റഡി ഓഫ് ഐസ് ആൻഡ് ഗ്ലേസിയേഴ്സ്, ഗ്ലേസിയോളജി. പക്ഷിക്കൂടുകളെക്കുറിച്ചുള്ള പഠനം കാലിയോളജി, ദ സ്റ്റഡി ഓഫ് ബേർഡ്സ് നെസ്റ്റ്, കാലിയോളജി. കൈയെഴുത്തിനെക്കുറിച്ചുള്ള പഠനം കാലിഗ്രാഫി, ദ സ്റ്റഡി ഓഫ് ബ്യൂട്ടിഫുൾ ഹാൻഡ് റൈറ്റിംഗ്, കാലിഗ്രാഫി. മോശം കൈയെഴുത്തിനെക്കുറിച്ചുള്ള പഠനം കാക്കോഗ്രാഫി, ദ സ്റ്റഡി ഓഫ് ബാഡ് ഹാൻഡ് റൈറ്റിംഗ്, കാക്കോഗ്രാഫി. തെരഞ്ഞെടുപ്പിനെക്കുറിച്ചുള്ള പഠനം സെഫോളജി, ദ സ്റ്റഡി ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ഓഫ് ഇലക്ഷൻസ് ആൻഡ് ബാലറ്റിംഗ്, സെഫോളജി. പഴങ്ങളെക്കുറിച്ചുള്ള പഠനം പോമോളജി, ദ സ്റ്റഡി ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് ഇറ്റ്സ് കൾട്ടിവേഷൻ, പോമോളജി. ഗുഹകളെക്കുറിച്ചുള്ള പഠനം സ്പീലിയോളജി, ദ സ്റ്റഡി ഓഫ് എക്സ്പ്ലോറേഷൻ ഓഫ് കേവ്സ്, സ്പീലിയോളജി. മേഘങ്ങളെക്കുറിച്ചുള്ള പഠനം നെഫോളജി, ദ സ്റ്റഡി ഓഫ് ക്ലൗഡ്സ്, നെഫോളജി. പാറകളെക്കുറിച്ചുള്ള പഠനം പെട്രോളജി, ദ സ്റ്റഡി ഓഫ് റോക്ക്, പെട്രോളജി. പ്രകാശത്തെക്കുറിച്ചുള്ള പഠനം ഓപ്റ്റിക്സ്, സ്റ്റഡി ഓഫ് ലൈറ്റ്, ഓപ്റ്റിക്സ്. വിഷത്തെക്കുറിച്ചുള്ള പഠനം ടോക്സിക്കോളജി, ദ സ്റ്റഡി ഓഫ് ഡിറ്റക്ഷൻ ആൻഡ് ട്രീറ്റ്മെൻറ്റ്സ് ഓഫ് ടോക്സിക് സബ്സ്റ്റൻസസ്, ടോക്സിക്കോളജി. രോഗകാരണത്തെക്കുറിച്ചുള്ള പഠനം എറ്റിയോളജി, ദ സ്റ്റഡി ഓഫ് കോസേഷൻ ആൻഡ് ഒറിജിനേഷൻ ഓഫ് ഡിസീസ്, എറ്റിയോളജി. പോഷകാഹാരത്തെക്കുറിച്ചുള്ള പഠനം ട്രോഫോളജി, ദ സ്റ്റഡി ഓഫ് ഫുഡ് ബേസ്ഡ് ഓൺ ഇറ്റ്സ് എനർജറ്റിക് ആൻഡ് ന്യൂട്രീഷണൽ പ്രോപ്പർട്ടീസ്, ട്രോഫോളജി. രോഗപ്രതിരോധത്തെക്കുറിച്ചുള്ള പഠനം ഇമ്മ്യൂണോളജി, ദ സ്റ്റഡി ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റം, ഇമ്മ്യൂണോളജി. പരിസ്ഥിതിയെക്കുറിച്ചുള്ള പഠനം ഇക്കോളജി, ദ സ്റ്റഡി ഓഫ് എൻവയൺമെൻറ്റ്, ഇക്കോളജി. മണ്ണിനെക്കുറിച്ചുള്ള പഠനം പെഡോളജി, ദ സ്റ്റഡി ഓഫ് ദ ഫോർമേഷൻ, മോർഫോളജി ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് സോയിൽ, പെഡോളജി. കാലഗണനയെക്കുറിച്ചുള്ള പഠനം ക്രോണോളജി, ദ സ്റ്റഡി ഓഫ് അറേഞ്ചിങ് ഇവൻറ്റ്സ് ഇൻ ദർ ഓർഡർ, ക്രോണോളജി. പുരാവസ്തുക്കളെക്കുറിച്ചുള്ള പഠനം ആർക്കിയോളജി, ദ സ്റ്റഡി ഓഫ് ദ ഹ്യൂമൻ പാസ്റ്റ് യൂസിങ് മെറ്റീരിയൽ റിമെയിൻസ്, ആർക്കിയോളജി. മുദ്രകളെക്കുറിച്ചുള്ള പഠനം ഐക്കണോളജി, സ്റ്റഡി ഓഫ് വാട്ട് ടു സേ അബൌട്ട് ഇമേജസ്, ഐക്കണോളജി. ഭൂകമ്പത്തെക്കുറിച്ചുള്ള പഠനം സീസ്മോളജി, ദ സ്റ്റഡി ഓഫ് എർത്ത്ക്വാക്സ്, സീസ്മോളജി. സംഗീതത്തെക്കുറിച്ചുള്ള പഠനം ബയോമ്യൂസിക്കോളജി, ദ സ്റ്റഡി ഓഫ് മ്യൂസിക്, ബയോമ്യൂസിക്കോളജി. ജൈവ സാങ്കേതിക വിദ്യയെക്കുറിച്ചുള്ള പഠനം ബയോടെക്നോളജി, ദ സ്റ്റഡി ഓഫ് ടെക്നോളജി ബേസ്ഡ് ഓൺ ബയോളജി, ബയോടെക്നോളജി. വായുവിലെ ജൈവഗണത്തെക്കുറിച്ചുള്ള പഠനം എയറോബയോളജി, ദ സ്റ്റഡി ഓഫ് മൈക്രോ ഓർഗാനിസംസ് ഇൻ ദി അറ്റ്മോസ്ഫിയർ, എയറോബയോളജി. മനുഷ്യ മനസ്സിനെക്കുറിച്ചുള്ള പഠനം സൈക്കോളജി, ദ സ്റ്റഡി ഓഫ് ഹൗ പീപ്പിൾ ബിഹേവ്, തിങ്ക് ആൻഡ് ഫീൽ, സൈക്കോളജി. പതാകകളെക്കുറിച്ചുള്ള പഠനം വെക്സിലോളജി, ദ സ്റ്റഡി ഓഫ് ഫ്ലാഗ്സ്, വെക്സിലോളജി. ജീനുകളെക്കുറിച്ചുള്ള പഠനം ജെനറ്റിക്സ്, ദ സ്റ്റഡി ഓഫ് ജീൻസ്, ജെനറ്റിക്സ്. സൂര്യനെക്കുറിച്ചുള്ള പഠനം ഹീലിയോസിസ്മോളജി, ദ സ്റ്റഡി ഓഫ് ദ സ്ട്രക്ചർ ആൻഡ് ഡൈനാമിക്സ് ഓഫ് ദ സൺ ത്രൂ ഇറ്റ്സ് ഓസിലേഷൻസ്, ഹീലിയോസിസ്മോളജി. ഗ്രഹങ്ങളെക്കുറിച്ചുള്ള പഠനം പ്ലാനറ്റോളജി, ദ സ്റ്റഡി ഓഫ് പ്ലാനറ്റ്സ്, പ്ലാനറ്റോളജി. ദ്രവ്യത്തെയും ഊർജത്തെയും കുറിച്ചുള്ള പഠനം ഫിസിക്സ്, സ്റ്റഡി ഓഫ് മാറ്റർ ആൻഡ് എനർജി, ഫിസിക്സ്. കാലാവസ്ഥയെക്കുറിച്ചുള്ള പഠനം മീറ്റിയോറോളജി,
the study of atmosphere that focuses on weather processes and forecasting, meteorology. ധാതുക്കളെക്കുറിച്ചുള്ള പഠനം മിനറോളജി, ദ സ്റ്റഡി ഓഫ് മിനറൽസ്, മിനറോളജി. ഭൂമിയെക്കുറിച്ചുള്ള പഠനം ജിയോളജി, ദ സ്റ്റഡി ഓഫ് ദ സയൻസ് ഓഫ് ദ എർത്ത്, ഇറ്റ്സ് സ്ട്രക്ചർ ആൻഡ് ഹിസ്റ്ററി, ജിയോളജി. രക്തത്തെക്കുറിച്ചുള്ള പഠനം ഹീമറ്റോളജി, സ്റ്റഡി ഓഫ് ബ്ലഡ്, ഹീമറ്റോളജി. പൂക്കളെക്കുറിച്ചുള്ള പഠനം ആന്തോളജി, ദ സ്റ്റഡി ഓഫ് ഫ്ലവേഴ്സ്, ആന്തോളജി. മൃഗങ്ങളെക്കുറിച്ചുള്ള പഠനം സുവോളജി, സ്റ്റഡി ഓഫ് ദ ആനിമൽ കിങ്ഡം, സുവോളജി. സ്റ്റാമ്പുകളെക്കുറിച്ചുള്ള പഠനം ഫിലാറ്റലി, ദ സ്റ്റഡി ഓഫ് സ്റ്റാമ്പ്സ് ആൻഡ് അതർ മെറ്റീരിയൽസ് റിലേറ്റിംഗ് ടു പോസ്റ്റൽ ഡെലിവറി, ഫിലാറ്റലി. നാണയങ്ങളെക്കുറിച്ചുള്ള പഠനം ന്യൂമിസ്മാറ്റിക്സ്, സ്റ്റഡി ഓഫ് കോയിൻസ്, ബാങ്ക് നോട്ട്സ് ആൻഡ് മെഡൽസ്, ന്യൂമിസ്മാറ്റിക്സ്. സാംക്രമിക രോഗങ്ങളെക്കുറിച്ചുള്ള പഠനം എപ്പിഡീമിയോളജി, ദ സ്റ്റഡി ഓഫ് എപ്പിഡമിക് ഡിസീസസ്, എപ്പിഡീമിയോളജി. സൗന്ദര്യത്തെക്കുറിച്ചുള്ള പഠനം കാലോളജി, ദ സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബ്യൂട്ടി, കാലോളജി. അന്തസ്രാവി ഗ്രന്ഥികളെക്കുറിച്ചും ഹോർമോണുകളെക്കുറിച്ചുമുള്ള പഠനം എൻഡോക്രൈനോളജി, ദ സ്റ്റഡി ഓഫ് എൻഡോക്രൈൻ സിസ്റ്റം ആൻഡ് ഹോർമോൺസ്, എൻഡോക്രൈനോളജി. ആൽഗകളെക്കുറിച്ചുള്ള പഠനം ഫൈക്കോളജി, ദ സ്റ്റഡി ഓഫ് ആൽഗെ, ഫൈക്കോളജി. പ്രപഞ്ചത്തെക്കുറിച്ചുള്ള പഠനം കോസ്മോളജി, ദ സ്റ്റഡി ഓഫ് യൂണിവേഴ്സ്, കോസ്മോളജി. പദാർത്ഥങ്ങളുടെ ഘടന, ഗുണം എന്നിവയെക്കുറിച്ചുള്ള പഠനം കെമിസ്ട്രി, ദ സ്റ്റഡി ഓഫ് സബ്സ്റ്റൻസസ്, കെമിസ്ട്രി. ചന്ദ്രനെക്കുറിച്ചുള്ള പഠനം സെലനോളജി, ദ സ്റ്റഡി ഓഫ് സർഫസ് ആൻഡ് ഫിസിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ദ മൂൺ, സെലനോളജി.